പ്രമേഹത്തിനെ കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അറിയാം എന്താ, രോഗികൾ വരുമ്പോൾ ഇപ്പം ഞാനൊക്കെ നേച്ചർ ലൈഫിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ടൈപ്പ് 1 ഡയബറ്റിക്സും ടൈപ്പ് 2 ഡയബറ്റിക്സും അല്ലാതെ വേറെ ആരും വരാറില്ല. ഒന്നുകിൽ ഡോക്ടേഴ്സ് ഇട്ടിട്ടുള്ള ഡയഗ്നോസിസിൽ ടൈപ്പ് 1 ഡയബറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് ആയിരിക്കും. ഇടയ്ക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിക്സും വരും. എന്ന് വെച്ചാൽ പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന പ്രമേഹം. അപ്പം ഇത് കൂടാതെയും പലതരത്തിൽ ഡയബറ്റിക്സ് വരുന്നുണ്ട്. അപ്പം എല്ലാം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ കൃത്യമായ രീതിയിൽ എന്താണ് ഈ പ്രമേഹത്തിന് കാരണമാവുന്ന ഘടകം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ടൈപ്പ് 1 നമുക്കറിയാം, ഏറ്റവും യങ്ങർ ഏജിൽ വരുന്ന കുട്ടിയായിരിക്കുമ്പോൾ ഒരു 12 വയസ്സായൊരു അല്ലെങ്കിൽ അതിന് നേരത്തെയോ വരുന്ന പ്രമേഹാവസ്ഥയാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിക്സ് ആയിട്ട് പറയുന്നത്. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ്. അതായത് സ്വന്തം നമ്മുടെ ശരീരത്തിലെ തന്നെ സെല്ലുകൾ, ടി സെല്ലുകൾ പാൻക്രിയാസിനെതിരെ പ്രവർത്തിച്ച് ഇൻസുലിനെ ഉത്പാദിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥ. അതായത് ശരീരം തന്നെ ശരീരത്തിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിക്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ എന്തുകൊണ്ട് ശരീരം അതിനെതിരായിട്ട് പ്രവർത്തിക്കും? നമ്മുടെ ശരീരം എപ്പോഴും നമ്മുടെ ശരീരത്തിനെതിരായിട്ട് സ്വമേധയാ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അല്ല എന്നുള്ളത് നമുക്കറിയാം. എപ്പോഴും ശരീരം ചെയ്യുന്നത് ശരീരത്തിന് ഏറ്റവും വേണ്ട രീതിയിൽ, ശരീരത്തിന് അതിന് യോജിച്ച ഒരു രീതിയിൽ കൊണ്ടുപോകാൻ, ഒരിക്കലും അതിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കാനല്ല, അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യശരീരം, അല്ലേ? അപ്പോൾ ഇവിടെ എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ മനസ്സിലാക്കുന്നത് ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ കാരണമായിട്ട് വരുന്നത് പ്രഗ്നൻസി പീരീഡിൽ, അതായത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മ കടന്നു പോകുന്ന റേഡിയേഷൻസ്. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് സ്കാനിങ്ങും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, അല്ലേ? മൂന്നാമത്തെ മാസത്തിലൊരു സ്കാനിങ്, 5-ാമത്തെ മാസത്തിൽ, 6-ാമത്തെ മാസത്തിൽ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള സ്കാനിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്കാനിങ്ങിൻ്റെ റേഡിയേഷൻസ് വളർന്നു വരുന്ന കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു പുതിയൊരു സ്റ്റഡിയാണ്. അതായത് നമ്മൾ വാങ്ങി കുടിക്കുന്ന കുപ്പിവെള്ളമില്ലേ, കുപ്പിവെള്ളത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, മറ്റേ മിനറൽ വാട്ടർ. അപ്പോൾ 1 ലിറ്റർ മിനറൽ വാട്ടറിൽ 2,40,000-ഓളം നാനോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നാനോ പാർട്ടിക്കിൾ ആകുമ്പോൾ, നാനോ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ടോക്സിസിറ്റി ആയിട്ട് അത് എപ്പോഴും ബോഡി റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കുറച്ച് വലിയ മെറ്റീരിയൽസ്, കുറച്ചും കൂടെ വലിയതൊക്കെ ആണെങ്കിൽ എപ്പോഴും അതൊരു ടോക്സിസിറ്റിയായി ശരീരം അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും തിരിച്ചറിയുകയും അതിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള വഴികളെ പറ്റിയിട്ട് ശരീരം ആലോചിക്കുകയും ചെയ്യും. പക്ഷേ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുമ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള, അത്രയും ശരീരത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളാകുമ്പോൾ അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും വലിയൊരു എമൗണ്ട് ആകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇപ്പോൾ സ്കാനിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ കുപ്പിവെള്ളമാണ് എടുത്ത് കൊടുക്കുക, അല്ലേ? സ്കാനിങ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കുടിപ്പിക്കും. അതിനെപ്പോഴും ഹോസ്പിറ്റലുകളിൽ നിന്നും സ്കാൻ സെൻറ്ററിൽ നിന്നൊക്കെ നമുക്ക് 2-3 ലിറ്റർ വെള്ളം കുടിക്കാൻ, അത്രയും ലിറ്റർ ഈ മിനറൽ വാട്ടറാണ് ഒരാൾ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റിക്സ് അല്ല, അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങളും ഒരു കുഞ്ഞിൽ ഉണ്ടായിട്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ. ആ രീതിയിലുള്ള ടോക്സിസിറ്റിയാണ് അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി വരുന്നത്. അപ്പോൾ ക്യാൻസറിന് പോലും കാരണമാവുന്ന മാരകമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്പ് 1 ഡയബറ്റിക്. കുട്ടികളിൽ ഉണ്ടാവുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ് പറയുന്നത്. അത് അത്ര അങ്ങോട്ട് മാനേജബിൾ അല്ല എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ നേച്ചർ ലൈഫിൽ വന്നിട്ടുള്ള ഒരുപാട് കേസുകളിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാറ്റിലും മാറ്റിയെടുക്കാൻ പറ്റാറില്ല. ചില കേസുകൾ അത്രയും ഡാമേജ്ഡ് ആയി പോയിട്ടുള്ളവരിലൊക്കെ ഇൻസുലിൻ പമ്പും ഒക്കെ വെച്ചിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോവേണ്ടി വരാറുള്ളത്. പക്ഷേ ഒരു വിധം കേസുകളിലൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നീട് വരുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ്.
വലിയൊരിൽ അഡൽട്ട്സിൽ 40 വയസ്സ് 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുടങ്ങുന്ന എല്ലാവരിലും ഡയഗ്നോസ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ്. ഇത് എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത രീതികളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. ജീവിത രീതികളുമായിട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഭക്ഷണ രീതിയുമായിട്ടാണ് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ പാൻക്രിയാസ് ആയാലും ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ആയാലും എല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഭക്ഷണമാണെന്ന് ശരീരത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാനാവാത്ത, ശരീരത്തിലെ സെല്ലുകൾ ഇത് ഭക്ഷണമാണെന്ന് ഉൾക്കൊള്ളാത്ത സാധനങ്ങൾ നമ്മൾ ഭക്ഷണമായിട്ട് ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച് അതൊരു ടോക്സിനാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ മക്ഡൊണാൾഡ്സ് ആയാലും ആ ഒരു ഹോട്ട് ഡോഗും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പേര് പറയാൻ പോലും അറിയാത്ത രീതിയിലുള്ള ഒരുപാട് കച്ചവട സാധനങ്ങൾ നമുക്കിന്ന് കാണാൻ കിട്ടുന്നുണ്ട് അല്ലേ. ഒരു മാളിലൊക്കെ പോയി നോക്കിയാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഒതുക്കി വച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ എന്തോരം കളറും എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽ കളറുകളാണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഈ സാധനങ്ങൾ അത്രയും ഭക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ശരീരം ഒരിക്കലും അതിനെ ഭക്ഷണമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇതെല്ലാം കെമിക്കൽ ടോക്സിസിറ്റി ആയിട്ട് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അവിടെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ നടന്നിട്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ. കാരണം ഇതിനെ ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ശരീരത്തിൽ ഇല്ല. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ പോലെയുള്ള അത്രയും വീര്യമുള്ള ദഹനരസങ്ങളുള്ളതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് സൈഡായി നിൽക്കും. കംപ്ലീറ്റ് എലിമിനേഷനൊന്നും പലപ്പോഴും അവിടെ നടക്കാറില്ല. അപ്പോൾ ശരീരത്തിൻ്റെ ശാസ്ത്രത്തിൽ നമുക്കറിയാം, ശരീരം എപ്പോഴും ഹെൽത്തിയായിരിക്കാൻ വേണ്ടി, ശരീരം രോഗിയാവാതെ ഇരിക്കാൻ വേണ്ടി എപ്പോഴും അതിൽ വരുന്ന ടോക്സിസിറ്റിയെ, അതിനാവശ്യമില്ലാത്ത സാധനങ്ങളെ പുറംതള്ളാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് മൊത്തമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ ലങ്സിലൂടെ ആയാലും ഈ പറഞ്ഞ ക്ലെൻസിങ് ആണ് ദിവസവും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ആ ഒരു രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ക്ലെൻസിങ് പ്രോസസ്സുകൾ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിന് കുറച്ചും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാഹചര്യം ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കി കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ തരം ഡീടോക്സിഫിക്കേഷൻ വഴി ഈ ടോക്സിൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ എലിമിനേഷൻ ലങ്സിൽ കൂടെയുള്ള, ശ്വാസകോശത്തിൽ കൂടെയുള്ള ശരീരത്തിൻ്റെ ശുദ്ധീകരണങ്ങൾ. അപ്പം നമ്മൾ നന്നായി ഉച്ഛ്വസിക്കുന്ന സമയത്ത് ഉച്ഛ്വാസവായുവിലൂടെ ഒരുപാട് ടോക്സിക് ഗ്യാസുകൾ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ഉച്ഛ്വാസം ദിവസം ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിന് വിട്ടുകൊടുക്കുക. എന്ന് വെച്ചാൽ അതിൽ പറയുന്നത് നമ്മൾ നോർമലായിട്ട് ഇരിക്കുക, ഷോൾഡറൊക്കെ റിലാക്സ് ചെയ്ത് ഒരു ചെയറിലോ മറ്റോ ഇരിക്കുക, നല്ല നട്ടല് നിവർത്തി ഇരിക്കുക. അതിനുശേഷം കാലുകൾ വെച്ചിട്ട് അമർന്നിരിക്കുക, കൈകൾ രണ്ടും വയറിനോട് ചേർത്ത് പ്രസ് ചെയ്ത് വെക്കുക. 2 കൈകളും ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് വയറിൻ്റെ ഭാഗത്ത് നല്ലോണം അമർത്തി വെച്ചിട്ട് ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് കുറച്ചൊന്ന് ലീൻ ചെയ്യുക, കുറച്ചൊന്ന് മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വെച്ചേക്കുന്ന കൈ ഒന്ന് മാറ്റിയിട്ട് വയറിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കൈ ഇങ്ങനെ അമർത്തി വയറിൻ്റെ ഭാഗത്തേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ആ ടൈമിൽ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ചുമയ്ക്കാനും കൂടെ നോക്കുക. ചുമ്മാ ഹാർഡായിട്ടല്ല, ഒന്ന് വായയിൽ കൂടെയുള്ള ഒരു ഇതും കൂടെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചുമച്ചും കൂടെ കൊടുക്കുക. ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ലങ്സിൽ കൂടെയുള്ള ആ ഒരു ക്ലൻസിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, സമയം കിട്ടുമ്പോഴോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതാണ് ലങ്സിലൂടെ നമുക്ക് വേണ്ടിയിരിക്കുന്ന ക്ലെൻസിങ് പ്രോസസ്സ്. പിന്നെ നമുക്കറിയാം സ്കിന്നിലൂടെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ പുറത്തു പോകുന്നുണ്ട്. നന്നായി വേർക്കാൻ സാധിക്കണം. പക്ഷേ അപ്പോൾ എത്രത്തോളം നമുക്ക് വേർക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും സ്കിന്നിലൂടെ ശരീരം എലിമിനേറ്റ് ചെയ്യുന്ന അഴുക്കുകളുടെ കാര്യം. അപ്പോൾ നന്നായി നമ്മൾ പൗഡറൊക്കെ ഇട്ട് വിയർപ്പ് ഗ്രന്ഥികളൊക്കെ അടച്ചു വെച്ച്, അതും പോരാഞ്ഞ് നമ്മൾ കോട്ടൺ അല്ലാത്ത പോളിസ്റ്റർ ഡ്രസ്സുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിയർപ്പ് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ബ്രീത്തബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. കോട്ടൺ ഡ്രസ്സുകൾ കഴിയുന്നതും ലൈറ്റ് കളറുള്ള വൈറ്റ്, ക്രീം, അങ്ങനെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ശ്വസിക്കാനുള്ളൊരു അല്ലെങ്കിൽ വിയർപ്പിനെ നന്നായി പുറത്തേക്ക് കളയാനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരിക്കലും വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. അതിൽ ഈ പറഞ്ഞ പൗഡർ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മൾ കുറേ പൗഡർ മുഖത്തിടും, ദേഹത്തിടും അല്ലേ? അങ്ങനെ ശരിക്കും ആ വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു കിടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആവാതിരിക്കുക. അതാണ് സ്കിന്നിലൂടെയുള്ള എലിമിനേഷൻ. അത് ഏറ്റവും നന്നായി നടക്കാൻ നമ്മൾ ധാരാളം വെള്ളം കൂടെ കുടിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. അപ്പം നന്നായിട്ട് വെയിലേൽക്കുന്ന സമയത്തും ശരീരത്തിന് വിയർക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശരീരത്തിൽ ക്ലെൻസിങ് നടക്കുന്നത് കിഡ്നി വഴിയുള്ളതാണ്, യൂറിനേറ്റ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ രക്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന, രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ആവശ്യത്തിന് സെല്ലുകളിലേക്ക് പോവാണ്ടിരിക്കുമ്പോൾ പിന്നെ അത് ഡയറക്റ്റ്ലി പോകുന്നത് എപ്പോഴും കിഡ്നി വഴി പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ പേഷ്യൻസിലൊക്കെ പറയാറില്ലേ, കുറേ കൂടെ വെള്ളം കൂടെ നഷ്ടപ്പെടും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ക്ലെൻസിങ് ത്രൂ ബോവൽസ്, നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നത്, ശോധന കൃത്യമായിട്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവേണ്ട സെൻസേഷൻ ശോധന എന്നുള്ളതായിരിക്കണം. അതില്ലാത്ത എല്ലാവരിലും തന്നെ മലബന്ധം ഉണ്ടെന്ന് പറയാം. കാരണം ആദ്യം തന്നെ നമുക്ക് ആ ഒരു സെൻസേഷൻ ഇല്ലെങ്കിൽ ഒരു ദിവസം എന്നും വയറ്റുനിന്ന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഭാഗമെങ്കിലും ബാക്കിയാവുമ്പോഴത്തേക്ക് ഒരു മാസം 2 മാസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡെപ്പോസിറ്റ് എത്രയാവും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും ഏത് രോഗത്തിന്, ഏതൊരു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴും പ്രധാന റീസൺ എപ്പോഴും വയറിൽ നിന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വയറ് ശരിയാവുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. അത് പ്രമേഹമായാലും ശരി, പ്രഷറായാലും ശരി, ഹൃദ്രോഗമായാലും ശരി, ഈ ഏത് ഡിസോർഡർ ആയാലും ശരി, നമുക്ക് അതിൻ്റെ ക്ലിയർ ആക്കുന്ന കാര്യത്തിൽ ഏറ്റവും വേണ്ടത് നമ്മുടെ വയറ് ശരിയാവുക. വയറ് ശരിയാവുക എന്ന് വെച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഒരു ട്രാക്കിലേക്ക്, പ്രോപ്പർ ട്രാക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ശുദ്ധീകരണ നടപടികൾ ശരീരം എന്നും എന്നുള്ള രീതിയിൽ ശരീരത്തിൽ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ കാര്യത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ഇതെല്ലാം കൃത്യമായി നടക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് പോവേണ്ടതായിട്ട് വരാറുമില്ല. അപ്പോൾ ഇവ കൃത്യമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും എണ്ണത്തിലൊക്കെ ഫെയിലാവുമ്പോഴത്തേക്കാണ് ശരീരം എപ്പോഴും ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെൻസിങ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നത്. കുറച്ച് പാടുപെട്ട് പ്രയാസപ്പെട്ട് ഈ അഴുക്കുകളെ പുറത്തേക്ക് കളയാനുള്ള വഴികളെ പറ്റി ശരീരം ആലോചിക്കേണ്ടി വരുന്നത്. അതാണ് പലപ്പോഴും നമ്മൾ രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും നമ്മൾ പോയി ചികിത്സിച്ച് യഥാർത്ഥ രോഗത്തിലേക്ക് പോകുന്നതും. അവിടെയാണ് ജലദോഷം, ചുമ, പനി എന്ന് തുടങ്ങിയിട്ടുള്ള വയറിളക്കം, ഛർദി ഇവയിലേക്ക് ശരീരം പോവേണ്ടി വരുന്നത്. ഈ പറഞ്ഞ അക്യുമുലേഷൻ കൂടുന്ന സമയത്ത് അതിനൊറ്റയടിക്ക് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം എടുക്കുന്ന കുറച്ച് പ്രയാസപ്പെട്ടിട്ടുള്ള ശുദ്ധീകരണ നടപടികളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പം അതെങ്കിലും നടക്കുന്ന സമയത്ത് പോവാൻ അനുവദിച്ചാൽ ശരീരത്തിന് ഇതെല്ലാം കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജി വരാറില്ലേ. അപ്പോൾ ഈയൊരു സമയത്തെങ്കിലും നമ്മളിതിന് അനുവദിക്കാൻ സാധിക്കണം. കാരണം മെറ്റബോളിസം ശരിയാവാതെ നമുക്കൊരിക്കലും പ്രമേഹാവസ്ഥയെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പ്രമേഹാവസ്ഥയെ മാത്രമല്ല, അനുബന്ധമായി നമ്മൾ പറയുന്ന മറ്റ് രോഗാവസ്ഥകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല.